മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ മക്കളെ, എല്ലാവരും ഹാപ്പി അല്ലേ? നമ്മൾ പരീക്ഷാ കാലമൊക്കെ ആവുന്ന സമയത്താണ്, പരീക്ഷയുടെ സമയമൊക്കെ ആകുമ്പോഴാണ് ഏത് ചോദ്യമാണ് പരീക്ഷയ്ക്ക് വരിക, എന്തൊക്കെ ഉണ്ടാവും, ആ ചോദ്യം അങ്ങനെ വന്നാൽ എങ്ങനെ എഴുതാം എന്നൊക്കെ, അതിനൊക്കെയുള്ള ഒരു ഉത്തരമായിട്ടാണ് ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത്. ഒരു ചോദ്യം ടീച്ചർ ഇന്ന് പറഞ്ഞുതരാം കേട്ടോ. ഡയറി എഴുതാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ എന്തെങ്കിലും പ്രത്യേകതയുള്ള ഒരു ദിവസത്തെ കുറിച്ചായിരിക്കും പരീക്ഷയ്ക്ക് നിങ്ങളോട് ഡയറി എഴുതാൻ പറയാം. അപ്പോൾ നമുക്കിന്ന് ഒരു ഡയറി എഴുതി നോക്കിയാലോ? ഡയറി, മനോഹരമായ ഒരു ഡയറിയിൽ നിങ്ങൾ എന്താണ് എഴുതി തുടങ്ങാണ് അല്ലേ? അപ്പോൾ എന്താണ് ചോദ്യം എന്നല്ലേ? നിങ്ങളുടെ സ്കൂളിൽ വാർഷികാഘോഷമായിരുന്നു. വാർഷികാഘോഷം, ആനുവൽ ഡേ ഒക്കെ നടക്കില്ലേ? ലാസ്റ്റ് ആയിരിക്കും നടക്കുക അല്ലേ? അല്ലെങ്കിൽ ചിലപ്പോൾ സ്കൂൾ കലോത്സവത്തെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തെ കുറിച്ചായിരിക്കാം. ടീച്ചർ ഒരു ഉദാഹരണം എടുത്ത് തന്നതാണ് സ്കൂളിലെ വാർഷികാഘോഷം. വിവിധ കലാപരിപാടികളുമായി ഗംഭീരമായ ഒരു ദിവസമായിരുന്നു കേട്ടോ. ആ ദിവസത്തെ കുറിച്ച് നിങ്ങൾ എങ്ങനെ ഒരു ഡയറി എഴുതുക? ഡയറി എഴുതുന്ന സമയത്ത് എന്ത് വേണം? ഇപ്പൊ ഡയറി, ഞാനിപ്പോ ഇന്നാണ് ഡയറി എഴുതുന്നതെങ്കിൽ ഇന്നത്തെ ഡേറ്റ് അല്ലേ, ഇന്ന് ഏതാണ് ദിവസം, അതൊക്കെ നമ്മൾ എഴുതണ്ടേ? യെസ്. അപ്പോ ഇത് നമ്മളൊന്ന് നോക്കിയാലോ ഡയറി എഴുതുന്നത്. ഇപ്പൊ സ്കൂളിലെ വാർഷികാഘോഷത്തെ പറ്റിയാണേ. വാർഷികാഘോഷത്തിന് കുറെ കലാപരിപാടിയൊക്കെ ഉണ്ടാവും അല്ലേ? അതൊക്കെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഡയറിയിൽ മനോഹരമായിട്ട് എഴുതാം. ടീച്ചർ സിമ്പിൾ ആയിട്ടൊരു ഡയറിയാണ് എഴുതിയത്. ഇതാ, വാർഷികാഘോഷം ആയതുകൊണ്ട് മാസം അവസാനല്ലേ, വർഷത്തിന്റെ അവസാനമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക അല്ലെ. അപ്പോ ഒരു മാർച്ച് മാസത്തെ ഡേറ്റ് ഒക്കെയാണ് ടീച്ചർ ഇട്ടത്. നിങ്ങൾക്ക് ഏത് ഡേറ്റ് വേണേ ഇടാം. പക്ഷെ സ്വാതന്ത്ര്യ ദിനമൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ഇടണം? ആ ദിവസം തന്നെ, ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം. അപ്പൊ ആ ദിവസം തന്നെ നിങ്ങൾ ഇടേണ്ടതായിട്ടുണ്ട് ഡേറ്റ് കേട്ടോ. അപ്പൊ ഇല്ലെങ്കിൽ നമുക്കൊരു ഇഷ്ടമുള്ളൊരു ഡേറ്റ് ഇടാം. അപ്പൊ ടീച്ചർ ഒരു ഡേറ്റ് ഇട്ടു, 25/3/2025. അപ്പോ ഞാൻ എഴുതി തുടങ്ങി അല്ലേ? ചൊവ്വാന്നും കൂടി എഴുതിയിട്ടുണ്ട്. ടൈമും കൂടി എഴുതിയ നല്ലതാണ്. പക്ഷെ അത് നമുക്ക് പിന്നീട് എടുത്ത് വായിച്ചൊക്കെ നോക്കുമ്പോൾ ആ സമയത്തിരുന്നാ ഞാൻ എഴുതിയെന്നുള്ളൊരു ഓർമ്മയിൽ നമുക്കതൊന്ന് വായിച്ചൊക്കെ നോക്കാം ശരിക്കും. അപ്പൊ ഈ ഡയറി ഒന്ന് നോക്കിയാലോ? നോക്കണേ. ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ വാർഷികാഘോഷമായിരുന്നു. നിറയെ ബലൂണെല്ലാം തൂക്കി നല്ല രസമായിരുന്നു. വാർഷികാഘോഷത്തിന് അലങ്കാരങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? കുട്ടികളെല്ലാവരും നിറമുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് നൃത്തം ചെയ്തു. നിറമുള്ള വസ്ത്രങ്ങൾ, അടിപൊളി വസ്ത്രങ്ങളൊക്കെ ഇട്ട്, അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടായിരിക്കും ഡാൻസ് ചെയ്യുക അല്ലേ? അത് ഇങ്ങനെ എഴുതി. കുട്ടികളെല്ലാവരും നിറമുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് നൃത്തം ചെയ്തു. ഭംഗിയുള്ള ഒരു ഉടുപ്പിട്ടായിരുന്നു ഞാനും നൃത്തം ചെയ്തത്. ഞങ്ങളുടെ പാട്ടും പ്രച്ഛന്ന വേഷവും എല്ലാം ഉണ്ടായിരുന്നു. അമ്മമാരും അധ്യാപകരും ചേർന്ന് ഒപ്പന കളിച്ചു. അധ്യാപകരൊക്കെ ചേർന്നിട്ട് ഒപ്പന കളിച്ചു. എൻ്റെ അമ്മയായിരുന്നു മണവാട്ടി അല്ലേ? അമ്മ മണവാട്ടിയായിട്ടൊക്കെ നിന്നിട്ടുണ്ട്. പരിപാടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനവും കിട്ടി. ടി വിയിലൊക്കെ പാട്ടുപാടുന്ന, അത് ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് പേരിടാം. ടി വിയിൽ ഇപ്പൊ ആരാ പാട്ടുപാടുന്ന? ഇഷ്ടമുള്ള പാട്ടുകാരുടെ പേര്. ടി വിയിൽ പാട്ടുപാടുന്ന റിയാലിറ്റി ഷോയിലോ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ചാനലുകളിലൊക്കെയുള്ള ടി വിയിലൊക്കെ പാട്ടുപാടുന്ന ഒരു ചേട്ടൻ വന്ന് സൂപ്പർ പാട്ടൊക്കെ പാടിയപ്പോൾ എല്ലാവരും ഡാൻസ് ചെയ്തു. അപ്പൊ അടിപൊളി ഒരു ദിവസത്തെ കുറിച്ചുള്ള ഒരു ഡയറിയാണ്. ഈ ചേട്ടന്റെ പേര് അല്ലെ ചേച്ചിയുടെ പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് എഴുതിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ടീച്ചർ ഇങ്ങനെ എഴുതിയത് കേട്ടോ. അപ്പോ എനിക്ക് പറയാനുള്ളത്, ഇനി ഡയറി എങ്ങനെ വന്നാലും ഇപ്പോൾ ഇഷ്ടമുള്ള ദിവസത്തെക്കുറിച്ച് ഒരു ഡയറി എഴുതാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ദിവസത്തെക്കുറിച്ച് എഴുതാം. സ്കൂളിൽ എന്തെങ്കിലും പ്രത്യേകത, ഇപ്പൊ സ്വാതന്ത്ര്യദിനം, നമുക്കത് മാറ്റാൻ പറ്റുമോ? ശിശുദിനം മാറ്റാൻ പറ്റില്ലല്ലോ. അങ്ങനെ റിപ്പബ്ലിക് ഡേ അല്ലേ? അപ്പോൾ അതൊന്നും നമുക്ക് മാറ്റാൻ പറ്റാത്ത ദിവസങ്ങളാണ്. ഓഗസ്റ്റ് 15 തന്നെ എഴുതണം നമ്മൾ സ്വാതന്ത്ര്യ ദിനത്തിൽ ഒരു ഡയറി എഴുതാൻ പറഞ്ഞാൽ അല്ലേ? ശിശുദിനത്തിൽ ഒരു ഡയറി എഴുതാൻ പറഞ്ഞാൽ അന്നത്തെ പ്രത്യേകതകൾ വെച്ചിട്ട്, ശിശുദിനം എന്നാണ്? നവംബർ 14. അപ്പോൾ 14 അത് തന്നെ എഴുതണം അല്ലേ നമ്മൾ, ആ ഡേറ്റ്. ബാക്കിയെല്ലാം നമുക്ക് ഇഷ്ടമുള്ളൊരു ഡേറ്റ് കൊടുക്കാം കേട്ടോ. ബാക്കിയെല്ലാം നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡേറ്റ് കൊടുക്കാം. ഇനി എനിക്ക് പറയാനുള്ളത്, അപ്പോൾ നിങ്ങൾ ഇവിടെ കണ്ടിരിക്കുന്നവരിൽ എല്ലാവർക്കും ഒന്നും അറിയണ്ടാവില്ല, നമ്മുടെ സൈലത്തിലെ പല ക്ലാസ്സിനും ബാച്ചുകൾ ഉണ്ട് അല്ലേ? അപ്പോൾ ക്ലാസ് 4
3ാം ക്ലാസ്സിലെ കുട്ടികൾക്കില്ല. 1 മുതൽ 3 വരെയുള്ള മക്കൾക്ക് ട്യൂഷൻ ഇല്ല, യൂട്യൂബിൽ മാത്രമാണ് ക്ലാസ്സുകൾ. എന്നാൽ 4 മുതലുള്ള കുട്ടികൾക്ക് നമുക്ക് ഓൺലൈൻ ട്യൂഷൻ ഉണ്ട്. ഇതാ പ്രാണ എന്ന് പറയുന്ന ബാച്ചാണ് അല്ലേ, പ്രാണ എന്ന് പറയുന്ന ബാച്ചാണ് നമുക്ക് 4ാം ക്ലാസ്സിൽ. അവിടെ ഡെയിലി ലൈവ് ക്ലാസ്സുകളുണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഓരോ ചാപ്റ്ററായിട്ട് ടേം വൈസ് എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് നടത്തി തരും കേട്ടോ. ഇതിൽ ഫീയും കാര്യങ്ങളൊക്കെ 2499 രൂപയാണ്. ചില സമയങ്ങളിൽ ഓഫറൊക്കെ ഉണ്ടാവാറുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിൽ വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. ഇനിയിപ്പോൾ നിങ്ങളിപ്പം 4ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 5ലാണെങ്കിൽ അനിയന്മാരോട് അനിയത്തിമാരോടൊക്കെ പറയാം. അതുപോലെ 5ലും 6ലും 7ലും ഒക്കെ എന്താണ് നമ്മുടെ ഈ ഒരു ബാച്ച് ഉണ്ട്. എല്ലാ ബാച്ചിലേക്കും ജോയിൻ ചെയ്യണമെങ്കിൽ ഈ നമ്പറിൽ 999400800800 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ വലിയ ഏട്ടന്മാർക്കും 8, 9, 10 ക്ലാസ്സിലും +1, +2 ഒക്കെ നമുക്ക് ഓൺലൈൻ ബാച്ച് ഉണ്ട്. എല്ലാറ്റിലും ഈ ഒരു നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും കേട്ടോ. എല്ലാം ഓക്കെ. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. എൻ്റെ പേര് ശ്രുതി എന്നാണ്. നിങ്ങൾക്ക് മലയാളമാണ് എടുക്കുന്നത് കേട്ടോ. ചിലർ പുതിയ കാണുന്ന ആളുകളൊക്കെ ഉണ്ടാവും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്യുക. ഇനി ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് വേണ്ടതെന്നൊക്കെ ഒന്ന് കമൻറ്റിലൂടെയൊക്കെ ഒന്ന് ടീച്ചറെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.